ഇപ്പോ എവിടെ നോക്കിയാലും ഗോൾഡിനെ പറ്റിയുള്ള ന്യൂസ് ആണല്ലോ. അതായത് പ്രൈസ് ഓൾ ടൈം ഹൈ ആയി, ഇനിയും മുകളിലേക്ക് പോകുന്നു. ചിലയിടത്ത് പറയുന്നു ഇല്ല നേരെ താഴത്തേക്ക് വരും എന്നൊക്കെ. ഈ ചെറിയ വീഡിയോയില് നമുക്ക് 3 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ഗോൾഡ്, എന്തുകൊണ്ടാണ് ഡിമാൻഡ് ഇങ്ങനെ കൂടുന്നത്, ഒരു സാധാരണക്കാരന് ഇതിനകത്ത് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഗോൾഡ് നമുക്കറിയാം, പൈസ അല്ലെങ്കിൽ കറൻസി പോലെ സെൻട്രൽ ബാങ്കിൽ ചുമ്മാ പ്രിന്റ് ചെയ്ത് ഗോൾഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഗോൾഡ് മൈൻ ചെയ്ത്, അതായത് കുഴിച്ചെടുക്കണം ഭൂമിയുടെ അകത്ത് നിന്ന്, അല്ലെ? അതുകൊണ്ട് തന്നെ സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡ് അനുസരിച്ചാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നുമ്പോൾ കുഴിച്ചെടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇന്ത്യയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗോൾഡിന്റെ ഒരു മേജർ പോർഷനും മേജർ ചങ്കും നമ്മൾ USD കൊടുത്ത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഒരു സേഫ് വാല്യൂ അസറ്റ് ആയിട്ട് കണക്കാക്കുന്നതാണ് ഗോൾഡ്. കാരണം പണ്ടത്തെ കാലം എടുത്താൽ പോലും നമുക്കറിയാം, തീയിലും വെള്ളത്തിലും മഴയിലൊന്നും ഇപ്പോ പേപ്പർ കറൻസി പോലെ ഇല്ലാണ്ടായി പോകുന്ന ഒരു സാധനം ആയിരുന്നില്ല ഗോൾഡ്. ഇന്നും അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ മനുഷ്യരായതുകൊണ്ട് ഇന്നും നമ്മൾ ആ ഗോൾഡിൽ വിശ്വസിക്കുന്നു. ഇനി ഇന്ന് എന്തുകൊണ്ട് ഗോൾഡിന്റെ പ്രൈസ് ഇങ്ങനെ ഓൾ ടൈം ഹൈ ആയിട്ട് പെട്ടെന്ന് പോകുന്നു നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഗ്ലോബൽ അൺസർട്ടനിറ്റി അതിനുള്ളൊരു മെയിൻ കാര്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലായാലും റഷ്യയിലെ കാര്യമായാലും യുക്രൈനിലെ കാര്യമായാലും US-ഉം റഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റിയാണ്, അല്ലെ? അതായത് ഒരു വാർ എപ്പോഴും ലൂം ചെയ്ത് നിൽക്കുന്നു, ഒരു ബ്ലാക്ക് ക്ലൗഡ് ഇങ്ങനെ മുകളിൽ ഹോവർ ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അൺസർട്ടനിറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കിലും ബോണ്ടിലും എല്ലാം വിശ്വാസം കുറഞ്ഞിട്ട് ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും ഗോൾഡിലേക്ക് പോകുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ് വാല്യൂ അസറ്റ് ആണ് ഗോൾഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു. ഇനി US ഡോളർ ഡിപ്പെൻഡൻസി ഇതിനകത്തൊരു മെയിൻ കാര്യമാണ്, അല്ലെ? നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ പോലും ക്രൂഡ് ഓയിൽ എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് US ഡോളർ കൊടുത്തിട്ടാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ, അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അവര് ചുമ്മാ USD ഡോളറിന്റെ ആ ഒരു മേൽക്കൈ ഉള്ളത് കൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ വെറുതെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റഷ്യ എടുത്താൽ പോലും അവരുടെ US ഡോളറൊക്കെ അവർ ഫ്രീസ് ചെയ്ത് കളഞ്ഞത് നമുക്കറിയാം, അല്ലെ? അതുകൊണ്ട് തന്നെ കൺട്രീസിന് ഇപ്പൊ മനസ്സിലായി, നമുക്ക് എക്കാലത്തും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ആയാലും ചൈന ആയാലും റഷ്യ ആയാലും ഒക്കെ അവര് ഒരു കൺട്രി വൈസ് ആണെന്ന് ആലോചിക്കണം, മാക്സിമം ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എന്ത് പറ്റും? ഡിമാൻഡ് കൂടും. കാരണം സപ്ലൈ കുറവാണ്. ഗോൾഡ് കറൻസി പോലെ രാജ്യങ്ങൾക്ക് വെറുതെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതപ്പോ രണ്ടാമത്തെ ഒരു റീസൺ ആണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ പർട്ടിക്കുലർലി കേരളത്തിലെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒക്ടോബറും നവംബറൊക്കെയാണ്. ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദിവാലി, കൂടുതൽ ആൾക്കാർ സ്വർണ്ണമൊക്കെ മേടിക്കാനുണ്ടാവും. ഇനി നമ്മുടെ നാട്ടിലാണെങ്കിൽ കല്യാണമൊക്കെ ഒന്നറിയാലോ, സ്വർണ്ണമാണ് നമ്മൾ മെയിൻ ഐറ്റം ആയിട്ട് കണക്കാക്കണത്. അതുകൊണ്ട് ചറപറ നമ്മളൊക്കെ മേടിക്കുന്നു. അപ്പോഴും ഡിമാൻഡ് കൂടുന്നു. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗോൾഡിന്റെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ 3 കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഗോൾഡിന്റെ പ്രൈസ് എന്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇനി ഒരു സാധാരണക്കാരന്റെ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചിലരുടെ ഗോൾഡ് ഓൾറെഡി ഉണ്ടാവും, കൂടുതൽ മേടിച്ചല്ലോ എന്നുള്ള വിഷമമായിരിക്കും. ചിലർ വിൽക്കണമെന്ന് ആലോചിക്കുമായിരിക്കും. ഇനി ചിലരുടെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ മിസ് ഔട്ട് ആയി പോയല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോ 97,000 1,00,000 രൂപ എടുത്ത് 1 പവൻ സ്വർണം പെട്ടെന്ന് മേടിക്കാൻ പറ്റില്ല. നമുക്കിപ്പോ ഗോൾഡ് ETF-ല് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് മാസം മാസം കുറച്ച് പൈസ വെച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് ഗോൾഡ് ഫിസിക്കലി നമുക്ക് കയ്യിലേക്ക് കിട്ടൂല. ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണ്. ഇപ്പൊ ഗോൾഡിൽ എന്താണോ പ്രൈസ്, അതേ പ്രൈസിൽ എന്നാ പണിക്കൂലിയും വേസ്റ്റേജ് ചാർജും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഗോൾഡ് ETF-ല് ഇൻവെസ്റ്റ് ചെയ്യാം. വീട്ടിലോ ലോക്കറിലോ ഒന്നും വയ്ക്കുന്ന റിസ്കോ അതേപോലെ ചാർജോ ഒന്നുമില്ല. ഗോൾഡ് ETF എന്താണെന്ന് ഒരു വിശദമായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഈ 3 കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഗോൾഡ് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു പ്രഷ്യസ് മെറ്റൽ ആണ്, അല്ലെങ്കിൽ റെയർ മെറ്റൽ ആണ്. അതുകൊണ്ട് എപ്പോഴും അതിന് ഡിമാൻഡ് ഉണ്ടാവും. അതുപോലെ ഗ്ലോബൽ എക്കോണമി അൺസർട്ടനിറ്റി, ഗോൾഡ് ഒരു സേഫ് വാല്യൂ അസറ്റ് ആയിട്ട് രാജ്യങ്ങളും മനുഷ്യരും എല്ലാവരും കണക്കാക്കുന്നതുകൊണ്ട് എക്കാലത്തും അതിന് വാല്യൂ ഉണ്ട്. രാജ്യങ്ങളെല്ലാം ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡിമാൻഡ് വീണ്ടും കൂടുന്നു. അപ്പൊ നാച്ചുറലി അതിന്റെ പ്രൈസും കൂടുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിൽ ഫെസ്റ്റിവൽ സീസൺ ഒക്കെയാണ്, കൂടുതൽ ഗോൾഡ് ആൾക്കാർ മേടിക്കുന്നു. അതായത് എല്ലാവരും ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രൈസ് കൂടുന്നു. സാധാരണക്കാരന് 1 പവൻ ഇത്ര പൈസ കൊടുത്ത് മേടിക്കുന്നതിന് പകരം ഗോൾഡ് ETF-ല് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് SIP ആയിട്ട് മാസം മാസം ചെയ്യാം. അതെങ്ങനെയാണെന്ന് ETF-ന്റെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം.